സവാളയും പച്ചമുളകൊന്നും ഇടാതെ ചട്ടപ്പടയുന്നൊരു ചീരത്തോരൻ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് മമ്മി നാട്ടിൽ നിന്ന് കൊടുത്തയച്ച ചീരയാണ് കേട്ടോ. ഇത് പല ടൈപ്പ് ചീരയുടെ ഇലകൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. മെയിൻ ആയിട്ട് ജപ്പാൻ ചീരയാണ് ഇതിൽ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ജപ്പാൻ ചീര എങ്ങനെ വളർത്തിയാലും നല്ല ടേസ്റ്റ് ആണല്ലോ. കുറച്ച് കടുക് പൊട്ടിക്കാം. ഇതിപ്പോ എന്റെ സ്റ്റൈലാണ് കേട്ടോ. എനിക്ക് മടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കാം. കടുക് പൊട്ടിച്ചിട്ട് ഒരു ഇത്തിരി ഞാൻ ആദ്യം ചീര ഇടാനാണ് പോയത്. ചില്ലി ഫ്ലേക്സ് ഇടാം എരിവിന് ആവശ്യമായിട്ടുള്ളത്. ഉപ്പ് സോട്ടേ ചെയ്യുക, ചീര ഇടാം. ഇതെനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ജപ്പാൻ ചീര മാത്രമുണ്ടോ. നോർമൽ ചീരക്ക് ഇത്രയും ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. നോർമൽ ചീര സവാളയ്ക്ക് ഇട്ട് എടുക്കാം. ജപ്പാൻ ചീര ആയതുകൊണ്ടാണ്. ചീരക്ക് ആക്ച്വലി ഉപ്പ് മുന്നിൽ തന്നെ നിൽക്കണം. തേങ്ങ ഞാനിപ്പം ഒരു ഇത്തിരി ഇടുന്നുണ്ട്. ഞാനിപ്പോൾ ഇത്രയും പോർഷനാണ് അതിൻ്റെ അകത്തോട്ട് ഇടുന്നത്. ഞാൻ ലാസ്റ്റ് ഇറക്കുമ്പോൾ ഇടുള്ളൂ തേങ്ങ. ചീര ഏകദേശം ചീരയൊക്കെ പെട്ടെന്നാവും കേട്ടോ. അധികം വേവിക്കുകയും വേണ്ട ചീര. എനിക്കിതില് കുറച്ച് ഗാർലിക്കിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. 3 ഗാർലിക് എടുത്തിട്ടുണ്ട്. നേരത്തെ പീൽ ചെയ്ത് വെച്ച ഗാർലിക്കിൽ 3 ഗാർലിക് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. 3 ഗാർലിക് വേണ്ട കേട്ടോ. ഈ 2 is enough. എനിക്ക് ആ ഗാർലിക്കിന്റെ ഒരു ചുവ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം ഇടുന്നത്. ഇത്ര കുക്ക് ചെയ്താൽ മതി. 5 മിനിറ്റ് പോലും ആയിട്ടില്ല കുക്കിങ്. തേങ്ങയിൽ ഹാഫ് ദ എമൗണ്ട് ഓഫ് തേങ്ങ എടുത്തിട്ടുണ്ട്. സെന്ററിലോട്ടാക്കി കൊടുക്കുക. ചീര കൊണ്ട് ജസ്റ്റ് കവർ ചെയ്യാം. വേറെ ഇനി രണ്ടാമത് ഡീഫ്രോസ്റ്റിന്റെ പണിക്ക് നടക്കണ്ട. ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ തേങ്ങ അങ്ങനെ തന്നെ ആയിക്കോളും. ഇത്രേ ഉള്ളൂ ചീര തോരനല്ല, ചീര വലുത്ത്. നമ്മൾ പറയൊരു തേങ്ങ ഇട്ടാലും വലുത്തെന്ന് പറയും. നമ്മളെല്ലാത്തിനും വലുത്തെന്ന് തന്നെയാണ് ബേസിക്കലി കൊളോക്കിലി പറയുന്നത്. ഞാനിതിൽ ഉള്ളിയൊന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ചീര മാത്രം. അഡീഷണലി ഇട്ടേക്കുന്നത് തേങ്ങയാണ്. ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യണ്ട. തേങ്ങ ചൂട് കിട്ടി ഒന്ന് സ്പ്ലിറ്റ് ആയാൽ മതി. ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. കാര്യം കഴിഞ്ഞു. വെരി ഈസി ആൻഡ് ഹെൽത്തി ചീര തോരൻ ഈസ് റെഡി. സോൾട്ട് ചെക്ക് ചെയ്യാം. എല്ലാം കറക്റ്റാണ്. ഇത് ആക്ച്വലി തേങ്ങ മാത്രമല്ല, നമ്മൾ പരിപ്പും കൂടെ വേവിച്ചിടാറുണ്ട്. ഇപ്പം എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പരിപ്പ് ഇട്ടിട്ടില്ല. ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.